കോർ മസിൽസ് വീക്കായാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ സ്ട്രെങ്ത്തും കുറയും. ഇത് തന്നെയാണ് വിട്ടുമാറാത്ത നടുവേദനയ്ക്ക് കാരണം. എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിൻ്റെയും മെയിൻ കൺസേൺ ആണ് അവർ മുമ്പ് ബാക്ക് സ്ട്രെങ്തനിങ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ബാക്ക് പെയിൻ മാറുന്നില്ല എന്നുള്ളത്. നടുവേദന വരുമ്പോൾ നിങ്ങളിൽ പലരും ബാക്ക് സ്ട്രെങ്തനിങ് മാത്രമാണ് ചെയ്യാറുള്ളത്. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിൽ കോർ മസിൽ സ്ട്രെങ്തനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രധാനമായും 4 തരത്തിലുള്ള കോർ മസിൽസുകളാണ് ഉള്ളത്. ഒന്ന്, ഡീപ്പ് കോർ മസിൽ. ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി. രണ്ടാമതായി back muscles or posterior core muscles. It keeps our spine erect. അടുത്തത് oblique muscle. It is called as side muscles or movement muscles. Last, pelvic floor muscles. It supports pelvic floor muscles and even organs. ഈ മസിൽസുകളൊക്കെ കൂടിയാണ് നമ്മുടെ നട്ടെല്ലിനെ ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കോർ മസിൽസ് വീക്കായാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ സ്ട്രെങ്ത്തും കുറയും. ഇത് തന്നെയാണ് വിട്ടുമാറാത്ത നടുവേദനയ്ക്ക് കാരണം. അതുകൊണ്ടാണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിൽ ആദ്യം തന്നെ കഠിനമായ വ്യായാമങ്ങൾ നൽകാതെ പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റ് പോലത്തെ കോർ ആക്ടിവേഷൻ എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വിട്ടുമാറാത്ത നടുവേദന ഉണ്ടെങ്കിൽ സെൽഫ് എക്സസൈസ് ചെയ്യാതെ കറക്റ്റായ ഫിസിയോതെറാപ്പി ഗൈഡൻസ് തേടുക. സോ ട്രെയിൻ യുവർ കോർ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സ്പൈൻ.